ഹലോ ഗൈസ്, സോ നമുക്കിപ്പോൾ 2000 കോയിൻസ് ഉണ്ട്. കുറവാണെങ്കിൽ ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ ലക്കി റോയലിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഇതാക്കണമെങ്കിൽ പെപ്പർ റോയലുണ്ട്. അതിൽ നമ്മൾ നോക്കണമെങ്കിൽ 99% ലക്ക്. സോക്ക് ഇപ്പോൾ 2000 കോയിൻ ഉണ്ട്. ഞാൻ 1000 കോയിൻ ആക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 2000 കോയിൻ ഉണ്ട്. സോ എന്തായാലും ഒന്ന് കിട്ടണം. നോക്കാം, നമ്മൾ സ്പിൻ ചെയ്യാൻ പോകണം. ലാസ്റ്റ് സ്പിന്ന് സ്കൈത്ത് കിട്ടണേ. സ്കൈത്താണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇത് വേണ്ട, ഇതും വേണ്ട. എനിക്ക് സ്കൈത്താണ് വേണ്ട. കാരണം എൻ്റെ കയ്യിൽ സ്കൈത്തിൻ്റെ ഒരു സ്കിന്നും ഇല്ല. എനിക്കിതൊന്ന് തന്നാൽ മതി പ്ലീസ്. ഗരേന നാറ്റിക്കരുത്, ഒന്ന് താ. യെസ്, ഓക്കെ ഗൈസ്, കൺഗ്രാജുലേഷൻസ് ഗൈസ്. ഗരീന ചതിച്ചു, വമ്പൻ ചതിക്കണ ഗരീന ചെയ്തു ഗൈസ്. വമ്പൻ ചതിക്ക, ഭയങ്കര ചതി ഗൈസ്. ഇതെന്തിനി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഗൈസ്. എന്തായാലും 10 തന്നെ ഉള്ളൂ ഗൈസ്. കഷ്ടപ്പെട്ട് സ്പിൻ ചെയ്തു. ഓക്കെ, കഷ്ടപ്പെട്ട് സ്പിൻ ചെയ്തതാണ്. എത്ര പൈസ ഞാൻ മുടക്കിയാറ് ഇതിൽ. എന്നിട്ട് യൂസ് ചെയ്യാണ് അവർക്ക് തരാൻ തന്നത് ലൊട്ടകൾ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് മാത്രം കളിക്കണ്ടുള്ളൂ ഗൈസ്. ഓക്കെ, ഇത് ടൈമോടെ അല്ലെങ്കിൽ ഗൈസ്. അയ്യോ, ഞാനത് എക്വിപ്പ് ചെയ്തിട്ട് ചെയ്യാം. സോ നമുക്ക് എന്തായാലും നൈസായിട്ട് അത് പോയിട്ടുണ്ട് എക്വിപ്പ് ചെയ്യാം. അത് എക്വിപ്പ് ചെയ്തിട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല ഗൈസ്, എക്വിപ്പ് ചെയ്തിട്ട് ചെയ്യാം. വെപ്പൺ, ആർമറി. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നുണ്ട് കേട്ടോ. സ്കിന്ന് കുറേ സ്കിന്നുണ്ട് നമ്മളതിൽ. സോ നമുക്ക് എന്തായാലും മിസ്സായിട്ട് ക്രോസ് ബോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുണ്ട് അതിൽ. പിസ്റ്റല് M500 സ്കിന്നുണ്ടായിട്ട് ഞാനൊന്നും ഇടണേ. ഓക്കെ, മിനി മ്യൂസിക് സ്കിൻ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഷോയിൻ ലോബി എടുക്കാൻ കഴിയും. കാരണം കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ. നമുക്ക് എന്തായാലും കൊടുക്കാം. അതിൽ ഞാൻ കഴിച്ച് എത്ര ദിവസമായിരുന്നു. ഇനി ഞാൻ 95 ആയിരുന്നു. എന്നിട്ട് ഞാൻ കുറേ 5000 രൂപ ഉണ്ടായി കേസൊക്കെ. ഇത് ഷൂട്ടിംഗ് റേഞ്ച് കൂടിയിരിക്കുമെന്ന് തോന്നണില്ല. റേഞ്ച് കൂടിയിട്ട് കേസൊക്കെ. പക്ഷെ നല്ല സ്പീഡ് കൂടിയിരിക്കണം കേട്ടോ. ഹെഡ് ഷോട്ട് തീരെ കയറണില്ല, അതാണ്. പക്ഷേ ഈസി ആയിട്ട് കാണും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗണ്ണ വെച്ചിട്ട് ഞാൻ ഈ ഗണ്ണ കമ്പയർ ചെയ്യാൻ പാടി. എന്നാലും ഈസി ആയിട്ട് പോലെ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഞാൻ മനസ്സിലാം. പക്ഷെ ഞാൻ നേരത്തെ ഡ്രാഗ് ചെയ്തല്ലോ. ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഹെഡ് കയറണല്ലോ. നല്ല കയറ്റിയാണ് കൊടുക്കണം. കയറ്റി പിടിച്ചാണ് കൊണ്ടാണ് ഇത് എടുത്തൊന്നും അത് തീരെ ഹെഡ് കയറൂല. ഒടുക്കത്തെ റീകോയിലാണ് ഇത് തീരെ ഹെഡ് കയറുന്നത്. അതാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇയാളെ ഗണ്ണുമ്മൊക്കെ വെടിയൊക്കെയാണെങ്കിൽ വെടി വെച്ചാൽ അവിടേക്ക് വെടിയുള്ളൂ. അങ്ങനത്തെ മനസ്സിലായി. അത് ചിലപ്പോൾ ലോക്കുള്ളുണ്ടാവും. ബാറ്റൽ ഇൻ സ്റ്റൈലത്തെ എന്നമ്മൊക്കെ ഞാൻ വെടിയൊക്കെയാണ്. വെടി വെച്ചാൽ അങ്ങോട്ട് വെടിയുള്ളൂ. അങ്ങനത്തെ സംഭവമാണ് ഈ സ്നൈപ്പർ ഗണ്ണൊക്കെ. പക്ഷേ ഈ ഇങ്ങനത്തെ ഗൺസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയ ആനിമേഷനൊക്കെ ഇടും കേട്ടോ. ഇത് ഗണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. കാരണം അതിൻ്റെ റീകോയിലുണ്ടോ. അപ്പം അങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറേ സ്ട്രീറ്റ് പോകും, പിന്നെ ഇളകും. അത് ക്യാരക്ടറിൻ്റെ ഷേക്കുണ്ട്. റെഡ് നമ്പർ തീരെ കയറണ കേട്ടോ. നമുക്ക് നല്ല ഷൂട്ടിംഗ് സ്പീഡൊന്ന് കൂടിയിട്ടുണ്ട്. VSS ഒക്കെ അങ്ങനെ വെടി വെച്ച് അങ്ങോട്ട് പോകണമെന്ന് അതൊക്കെ കുറേ നേരത്തിന് അങ്ങോട്ട് തന്നെ പോകും. അതിപ്പോൾ ഹെഡ് അടിക്കുമ്പോൾ കുഴപ്പമില്ലാതെ 29 ചെയ്യുക. ഇപ്പോൾ സ്കോപ്പ് ചെയ്ത് പ്രിസൈസായിട്ട് അടിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട്. അതാണ് വേറൊന്നുമില്ല.